അസ്സലാമു അലൈക്കും. ഷഹബാൻ മാസത്തിലെ പുണ്യമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവ് എന്നാൽ എന്താണ് അതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത്? മോചനം, അള്ളാഹുവിൽ നിന്നുള്ള മോചനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇടയിലേക്ക് ബറാഅത്ത് രാവ് കടന്നു വരികയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഷഹബാൻ 14 മഗ്‌രിബോട് കൂടി ബറാഅത്ത് രാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. ശനിയാഴ്ച പകലാണ് നോമ്പുകാരായിരിക്കുക നമ്മൾ. അതായത് വെള്ളിയാഴ്ചൻ്റെ അന്ന് നോമ്പ് എടുത്തിട്ട് ശനിയാഴ്ച പകലിൽ നോമ്പുകാരാണ്. ഗൾഫിലുള്ള ആളുകൾക്കാണെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് എടുത്തിട്ട് വെള്ളിയാഴ്ച നോമ്പുകാരാവുന്ന രീതി. ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. എന്നാൽ ബറാഅത്ത് രാവിൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ ദുആകൾക്കെല്ലാം എന്തുണ്ട്? ഇജാബത്ത് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹുവിൽ നിന്ന് മോചനം കിട്ടാൻ, അള്ളാഹുവിൽ നിന്നുള്ള ദേഷ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള നരകത്തെ തൊട്ട് കാക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള വിചാരണത്തെ, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ തൊട്ട് എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദിക്റുകൾ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലേണ്ട ഒരു രാവും കൂടിയാണ്. അപ്പോൾ താഴെ കൊടുക്കുന്ന കുറച്ച് ദിക്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് ചൊല്ലുക. പിന്നെ ബറാഅത്ത് രാവിൽ പ്രധാനമായി ഓതേണ്ട സൂറത്താണ് സൂറത്ത് ദുഹാൻ. അത് നിങ്ങൾ പകലിലും ഓതാം, മഗ്‌രിബിന് ശേഷവും ഓതാം, ഇശാഇന് ശേഷവും ഓതാം. പിന്നെ ഉള്ളത് സൂറത്തുൽ യാസീനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 യാസീൻ ഒരാൾ എന്ത് തന്നെയായാലും ഓതേണ്ടതാണ്. 1 റിസ്ക് വിശാലമാകാൻ, അതായത് ഭക്ഷണം നമുക്ക് വിശാലമായി കിട്ടാൻ. 2 നമ്മുടെ കുടുംബത്തിലുള്ള പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാസീൻ ഓതുക. 3-മത്തത് നമുക്ക് ആയുസ്സിന് ദീർഘായുസ്സായി, ആരോഗ്യത്തോടുള്ള നമുക്കൊരു ആയുസ്സിന് ദീർഘായുസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടും നിയ്യത്താക്കി ഓതുക. വെള്ളിയാഴ്ച അസറിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യാസീൻ ഓതി തുടങ്ങാം. ഇനി മഗ്‌രിബിന് ശേഷം ബാക്കിയുള്ള 2 ഓതിയാലും മതി. ഇനി അതോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒരേ ഇരുത്തത്തിൽ 3 യാസീൻ ഓതി തീർക്കാവുന്നു. പിന്നെ അതിന് ശേഷം കുറേ ദിക്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് ഓതുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചെല്ലാം. അതുപോലെ സലാമൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം എന്ന ദിക്റ് ചെല്ലാം. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്റ് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചെല്ലാം. ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ ധാരാളമായിട്ട് അധികരിക്കുക. അത്രയേറെ പുണ്യമുള്ളൊരു രാവാണ് ഈ ബറാഅത്ത് രാവ്. അതിന് ഇജാബത്ത് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നീട് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് സലാത്തുകൾ, നാരിയത്ത് സലാത്തോ ഫാത്തിഹ സലാത്തോ, അങ്ങനെ എത്ര സലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും അത്രയും നിങ്ങൾ അധികരിപ്പിക്കുക. പിന്നെയോ മഗ്‌രിബിന് ശേഷം നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് എന്തായാലും വെള്ളിയാഴ്ചൻ്റെ അന്ന് നോമ്പ് പിടിക്കുക. ശനിയാഴ്ച നോമ്പുകാരാവുക. അതുപോലെ തന്നെ വുളുവോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വെള്ളിയാഴ്ച കിടന്നുറങ്ങിയിട്ടും അതും ഒന്ന് ശ്രമിക്കുക. പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് തന്നെ ആയാലും, വെള്ളിയാഴ്ച ആയാലും ഇനി ശനിയാഴ്ച ആയാലും എല്ലാവർക്കും മക്ബറയിലൊക്കെ പോയി സ്വന്തം ആളുകളെടുത്ത് പോയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നല്ല വീഡിയോകളായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും.